അപ്പോൾ വിശ്രമമാണ്. ഇപ്പം എന്നാ പരിപാടി? കൃഷിപ്പണിയൊക്കെ ഉണ്ടോ? തെങ്ങ് നടുക. ഇപ്പം തെങ്ങ് നട്ടാൽ ഏറ്റവും കാശുള്ളത്. ഈ ചെല്ലി അത് ഇതൊക്കെ എറിയല്ലേ. ഈ റംബൂട്ടാനും ഇതൊക്കെ ആൾക്കാർക്ക് മടുത്തെന്ന് തോന്നുന്നു അല്ലേ? റംബൂട്ടാനൊക്കെ എല്ലാ വീട്ടിലുമായി. ആ, തിന്നാൻ പോലെ. ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്കൊരു ഹെൽത്തി ഫുഡാണ്. നമുക്ക് വൈകിട്ടൊക്കെ ഒരെണ്ണം കഴിച്ചിട്ട് കിടന്നാൽ നമുക്ക് ദഹനത്തിനൊക്കെ നല്ല ഇതായിട്ട്. മധുരം ഇല്ല, എന്നാൽ നല്ല സുഖമാണ്. ഇപ്പം ഞാനിപ്പോൾ അതിലെ പോയപ്പോൾ കണ്ടായിരുന്നു അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നത്. ഭയങ്കര വിലയാണ്. ഇപ്പോൾ 200 രൂപയ്ക്ക് മേളിൽ വിലയാണ്. സീസൺ അല്ലാത്തതുകൊണ്ടാണ്. സീസൺ സമയത്ത് ഇപ്പോൾ ഒത്തിരി തോട്ടങ്ങളായല്ലോ ഇവിടെയൊക്കെ. പിന്നെ ചക്ക, ആയുർജായ്ക്ക് ചുമന്നത്, വെളുത്തത്, പച്ചനിറം, എല്ലാ നിറമുണ്ട്. ആൾക്കാർ ഇത് മേടിക്കും. അത് ഹോം ഗ്രോൺ എന്ന് പറഞ്ഞ് കാഞ്ഞിരപ്പള്ളിയിലെ ഹോം ഗ്രോൺ ഇല്ലേ, അവിടെ ചെന്നാൽ വിശ്വസിച്ച് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ കണക്കാം. ഹോം ഗ്രോണിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ കിട്ടുന്ന സാധനം പക്കാന്ന് നമുക്ക് വിശ്വസിക്കാം. ബാക്കി പണ്ട് ഈ ആയുർജായ്ക്കെന്ന് പറഞ്ഞ് ഒരു പുള്ളി ഇങ്ങനെ ഇറക്കിയായിരുന്നു. ശരിക്കും അത് നമ്മുടെ വിയറ്റ്നാം എയർലി തന്നെയായിരുന്നു. ഇത് നമ്മളത് ഇതല്ലെന്ന് പറഞ്ഞ് ഈ പുള്ളി തെറ്റിദ്ധരിച്ച് കുറേ വിറ്റു. ഞാൻ അയാളുടെ പേരൊന്നും പറയുന്നില്ല. ഞാനും അവിടെ പോയി മേടിച്ചതാണ്. മേടിച്ച് ചുവന്നുകൊണ്ട് വന്ന് അയാൾ ഭയങ്കര പൈസ മേടിച്ചു. കാരണം ഇവിടെ ഏതാണ്ട് 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം പുള്ളി 800 രൂപ 1000 രൂപ അവിടെ മേടിച്ചു. നമ്മൾ അത്ര യാത്ര ചെയ്ത് കൊണ്ടുവന്ന് വിറ്റ് ചെയ്ത് ഇത് വളർന്നു കഴിഞ്ഞപ്പം സെയിം സാധനം, ഒരു വ്യത്യാസമില്ല. പുള്ളിയുടെ തന്നെ ചക്കയാന്നൊക്കെ പറഞ്ഞ് പുള്ളി ശരിക്കും ഒരു പറ്റിപ്പ് പരിപാടിയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതാവും. കാരണം പുള്ളി അവിടെ ഒരു തോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് വലിയൊരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, 3-4 ഏക്കർ. അപ്പോൾ ഇഷ്ടം പോലെ ചക്ക കായ്ച്ച് കിടക്കുന്നു. മറ്റേ സംഭവമാണ്. കാണുമ്പോൾ നമ്മൾ മേടിക്കും. പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞാൽ പുള്ളിയായിട്ട് 100-100 രൂപ കുറച്ച് തന്നെന്ന് തോന്നുന്നു. കാരണം പുള്ളി ഇവിടുന്ന് തന്നെ മേടിച്ചുകൊണ്ട് വെച്ചതായതുകൊണ്ട്. സാറിൻ്റെ പേരെങ്ങനെയാ? സാബു. വീട് എവിടെയാ? ഒന്നമ്പുഴ. വൈഫോ? രണ്ടുപേരും റിട്ടയർഡായോ? പുള്ളിക്കാരത്തി ആയില്ല. സാറായിട്ട് ഇപ്പം എത്ര നാളായി? 23-ലായി. 24 വിശ്രമം. അല്ല, ഒരു കാലം മൊത്തം രാവിലെ കൃത്യമായ ചിട്ടയിൽ രാവിലെ ടൈം ടേബിൾ പോലെ ഒരു ആയുസ് ജീവിച്ച. കാരണം ഇത്ര സമയത്ത് എഴുന്നേക്കണം, ഇത്ര സമയത്ത് സ്കൂളിൽ ചെല്ലണം, ഇത്ര സമയം വരെ അവിടെ ഇരിക്കണം. സാറന്മാർക്കൊരു ചിട്ടയുള്ള ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് സ്കൂളിലാകുമ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ കോളേജിലെ സാറന്മാർക്ക് കുറച്ചും കൂടെ സുഖമുണ്ട്, കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടെന്ന് തോന്നുന്നു. അവർക്ക് കുറച്ചും കൂടെ അധികാരവും ഉണ്ട്. സ്കൂളിലെ പിള്ളേരെ ഒന്നും ഇപ്പം തല്ലാൻ പറ്റിയല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സാർ ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴേ, ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. ഹലോ, സാബു സാറിനെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പഴയതിലും എടുക്കാൻ വരുമായിരുന്നു. പിന്നെ മുടിയൊക്കെ നരച്ചു, പ്രായമായി. പക്ഷെ വണ്ണമൊന്നും സാറ് കൂട്ടിയില്ല. അതുപോലെ ഇടയ്ക്ക് കൂടിയായിരുന്നു അല്ലേ? അങ്ങനെ കുറച്ചു നമ്മുടെ പാലായിപ്പോൾ വേണം പുള്ളിയെ കണ്ടേ. അല്ല, ശരിക്കും അത് ഡയറ്റിങ്ങാ. പുള്ളി പറയുന്ന സാധനം കഴിക്കാവുള്ളൂ. ഇറച്ചിയും മീനും മുട്ടയൊന്നും കഴിക്കത്തില്ല. അല്ല, ഓരോരുത്തർക്ക് ഓരോ രീതിയാ. എല്ലാം കഴിക്കാം, അതിൻ്റെ അളവായിരിക്കും നോക്കുന്നത്. പുള്ളിയെ കാണണമെന്നുണ്ടെങ്കിൽ ആ പാലായി ചില ദിവസം ഞങ്ങളതിൽ പാലായ്ക്ക് പോകുമ്പോൾ മീനിച്ച് എനിക്കറിയാം, പുള്ളിയുടെ സ്ഥലം എനിക്കറിയാം. അവിടെ ഒത്തിരി ആൾക്കൂട്ടം കണ്ടു. പുള്ളി അവിടെ എപ്പോഴും ആൾക്കൂട്ടം കാണാം. അപ്പോൾ ആരാ വേറെ കാണുന്നത്? അവർ പറയും. അവർക്ക് അറിയാലോ, പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള. പിന്നെ നാടി പിടിച്ചിട്ട് രോഗം പറയുന്ന ഒരു പെണ്ണ് ഏറ്റുമാനൂരുണ്ട്, ഒരു ഡോക്ടർ. നാടി പിടിച്ച് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ പണ്ടറിയാവുന്ന ഡോക്ടർമാരുണ്ടായിരുന്നു. അത് പ്രത്യേക കഴിവാണ്. ഇന്നിപ്പോൾ ഒരു നല്ല ഡോക്ടറാണ് ഇല്ലാത്ത. നല്ല ഡോക്ടർമാരൊന്നുമില്ല. എല്ലാം പൈസ ധൈര്യപ്പെട്ട.
സർക്കാരിൻ്റെ കാര്യങ്ങൾ കണ്ടില്ലേ, നല്ല ടീം. ഉണ്ട്. പക്ഷേ മറ്റേ ആ എറണാകുളം ചാർട്ട് മാറി വെച്ച് അതൊന്നും ആവശ്യമില്ലാത്ത കാര്യമല്ലായിരുന്നു. പല പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ട്. കാരിത്താസിലും ഉണ്ടായിരുന്നു. കാരിത്താസിലും അങ്ങനെ പ്രശ്നം. ആ പിന്നെ ഇത് ദൈവവും കൂടെ അനുവദിക്കണം. അല്ലാതെ ഒന്നും ആയുസ്സൊന്നും കിട്ടുകയില്ല. ഒരു ഡോക്ടർ വിചാരിച്ചാലൊന്നും നടക്കില്ല. ദൈവം തരുന്ന ആയുസ്. പഴയ മെക്കാനിക്കുകൾ ആരുമില്ല, ഇല്ല. ഞങ്ങൾ ശരിക്കും നമ്മളത് ഇത് രണ്ടിൻ്റെ ജോബിടെ ബില്ലിട്ട് തരാം. ആ പച്ച മേളിലിരിക്കുന്നത്, ഒരു പച്ചക്കൂടി ഇരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ പാകിസ്ഥാൻ ബോർഡർ വരെ അയച്ചായിരുന്നു. പട്ടാളക്കാർ ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. കാരണം ഇതിന് പവർ സപ്ലൈ ഇല്ലല്ലോ. ഇത് കേടായാലും ഇതിനകത്ത് പവർ സപ്ലൈ ഇല്ല. നമ്മുടെ അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ സാധനം യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നാളെ കംപ്ലൈൻറ്റ് വന്നാലും ആ ചാർജർ എടുത്താൽ മതി. പിന്നെ ഇത് വളരെ ഒതുക്കമാണ്. മറ്റേത് നമ്മൾ പിടിച്ചോണ്ട് നടക്കണ്ടേ. ഇതാണ് USB മൊസ്കിറ്റോ കില്ലർ. പിന്നെ നല്ല പവർഫുള്ളാണ് സാധനം. ഈ നീല കളറുള്ളതുകൊണ്ട് അങ്ങോട്ട് കൊതുക് വന്ന് ആകർഷിച്ചോളൂ. ചാർജ് ഒന്നുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ കത്തും. അല്ലെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്കെ കുത്തി വെച്ചാൽ മതി. നമ്മുടെ കയ്യിൽ മൊബൈലിൻ്റെ പവർ ബാങ്ക് ഇല്ല, 5 വോൾട്ടിൻ്റെ. മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കും. അതുകൊണ്ട് വല്ല ഇൻവെർട്ടർ ഉണ്ട്, ഒരു വിഷയമില്ല. അല്ല, ഇനി ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അവർ ഒരു പവർ ബാങ്ക് വെച്ചാൽ മതി. പവർ ബാങ്ക് ഇപ്പോൾ ചെറിയ വിലയ്ക്ക് കിട്ടും. സോണിയുടെ പവർ ബാങ്ക് ഇരിപ്പുണ്ട് ഇവിടെ. അത് 3000 5000 ഒക്കെ ഇരിപ്പുണ്ട്. 3000-ൻ്റെ വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം ഓടും ഇത് വെച്ചാൽ. കേട്ടോ, നല്ല പവർഫുള്ളാണ് സാധനം. കരിഞ്ഞവൻ്റെ പൊടി പോലും കാണുകയില്ല. കണ്ടോ, സ്ക്രൂ ഡ്രൈവർ വരെ. ഈ നീല കളർ കണ്ടാൽ ജീവികളെല്ലാം വരും. വന്ന് ഇതേലോട്ട് ഇരിക്കുമ്പോൾ അവൻ കത്തിയും പോവും. കാരണം സ്ക്രൂ ഡ്രൈവർ കത്തുന്ന കണ്ടില്ലേ, പിന്നെയാണ് ജീവി വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്തോട്ട് കൈയൊക്കെ പിള്ളേരിട്ടാലേ കുഴപ്പമുള്ളൂ. എന്നാലും വലിയ ചത്തൊന്നും പോകാമല്ലോ. 5 വോൾട്ടിൻ്റെ കളിയല്ലേ ഉള്ളൂ. കറണ്ട് ഇല്ലല്ലോ, 5 വോൾട്ടേ ഉള്ളൂ. ഇത് 5 വോൾട്ടിൻ്റെ അഡാപ്റ്ററിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 5 വോൾട്ട് എന്നതിനും USB വഴി കൊടുത്താൽ മതി. ഇതൊക്കെയാണ് നമ്മുടെ ചൈനക്കാരുടെ ബുദ്ധിയും കഴിവും. അവരെ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. അത് പണ്ട് റൊമായി എന്ന് പറഞ്ഞൊരു സ്കൂട്ടർ ഞങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ. കുറ്റമായിട്ട് പറയല്ല, ഇലക്ട്രിക് മുമ്പാണ്. ഒരു എത്രയായി കാണും, ഒരു 5-6 വർഷമായി കാണും അല്ലേ? 5-6 10-15 വർഷമായി. അത്രയും ആദ്യം ഇറങ്ങിയ സ്കൂട്ടർ. അതിൻ്റെ ട്രെയിനിങ്ങിന് ഞങ്ങൾ പോയായിരുന്നു. ചൈനക്കാരുടെ ഫാക്ടറിയിലും പോയി. ഞങ്ങൾ രണ്ടുപേരുടെ പോയി. ഞങ്ങൾ രണ്ടുപേരും പോയി ഒരാഴ്ച അവിടെ താമസിച്ച് ട്രെയിനിങ് എടുത്തു. ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടായിരുന്നു. മിക്കവാറും ഇന്ത്യക്കാരുടെ ഫാക്ടറിയിൽ എപ്പോഴും ചായ കുടിക്കാൻ പോക്കും സിഗരറ്റ് വലിക്കാൻ പോക്കും പകുതി പേര് അവിടെ കാണുകയില്ല. പക്ഷെ ചൈനക്കാർ ചെയ്യുന്നിടത്തുനിന്ന് അവരാ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒറ്റ ഒരാൾ അവിടെ നിന്ന് പിന്മാറാതെ, സ്ക്രൂ മുറുക്കുന്നവരാണ് സ്ക്രൂ മുറുക്കിക്കൊണ്ട് തന്നെ അവിടെ ഇരുന്നു. ശരിക്കും ഞങ്ങൾ പഠിച്ചത് ചൈനക്കാരുടെ ഫാക്ടറിയിൽ നിന്നാണ്. ഇന്ത്യക്കാരൻ്റെ ഫാക്ടറിയിൽ നിന്നൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഇവർ പകുതി നേരം ഇല്ല, പ്രൊഡക്ഷനിൽ ഇവരില്ല. ഒരുത്തൻ എന്ത് ചെയ്യും, അപ്പോൾ ഒരു ചായ കുടിക്കാൻ അങ്ങ് പോയതുള്ളൂ, ഇപ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയതുള്ളൂ, ഇപ്പോൾ ഒരു ബീഡി വലിക്കാൻ പോയതുള്ളൂ എന്ന് പറയും. മറ്റവർക്ക് ആ ഒരു ദുശീലവും ഇല്ല. എപ്പോഴാണോ ബ്രേക്ക് ആ ബ്രേക്ക്. അതാണ് അവരുടെ വിജയം. നമ്മൾ മടിയന്മാരാണ്, ഞാൻ ഉൾപ്പെടെ മടിയന്മാരാണ്. നമുക്ക് മടിയാ, അതാണ് ഇതിനകത്തെ കാര്യം. അവർക്കങ്ങനെ മടിയില്ല, അവർ കമ്മിറ്റഡാണ്. അവരുടെ രാജ്യത്തിൻ്റെ ആ രീതി അനുസരിച്ച് അവർ വളർന്നു വന്ന സാഹചര്യം വെച്ച് അങ്ങനെ ആയതായിരിക്കാം. എന്നാണേലും ഇന്ന് അമേരിക്കയ്ക്ക് വരെ ചൈനയെ പേടിക്കണം. ഇപ്പോൾ പുതിയ ഇപ്പോൾ പുള്ളി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടി റോബർട്ടിനെ ഉണ്ടാക്കുകയാണ്. യന്ത്രനെ, നമ്മൾ ആ സിനിമ കണ്ടില്ലായിരുന്നോ, യന്ത്രൻ വന്ന് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് റോബർട്ട്സിനെയാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചത്തുപോയെന്ന് ഇനി ആർക്കും പരാതിയില്ലല്ലോ. അതുപോലെ മനുഷ്യനേക്കാളും ഹൈ പവർ വെടിവെക്കാനും ബോംബിടാനും എല്ലാം ഇപ്പോൾ റോബർട്ടിനെയാണ് ഇനിയിപ്പോൾ ചൈന പ്രയോഗിക്കാൻ പോകുന്നത്. അതും കൂടെ വന്നു കഴിയുമ്പോൾ കളി മാറും.
വിമാനം എല്ലാം റോബോട്ട് ഓടിച്ചോളും. AI വേണ്ടിയിട്ട് ഇപ്പം അറിയാമോ, ഹാർഡ് ഡിസ്കിൻ്റെ വില ഡബിളായി. മെമ്മറി കാർഡ് ഇല്ല, കിട്ടാനില്ല. എല്ലാ മെമ്മറി സോഴ്സുകളും AI നിർമ്മാണത്തിനായിട്ട് മാറ്റപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് SD കാർഡ്, സാധാരണ ഈ കമ്പ്യൂട്ടറിനകത്ത് ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് ഒരു സാധനവും അവൈലബിൾ അല്ല. ഡബിളും ത്രിബിളുമാണ് വില കൂടിയിരിക്കുന്നത്. ഹാർഡ് ഡിസ്കിൻ്റെയൊക്കെ വില ചിന്തിക്കാൻ പറ്റാതെ 3000 രൂപയ്ക്ക് ഇട്ടിട്ട് ഹാർഡ് ഡിസ്കിന് ഇപ്പോൾ 8000-9000 രൂപ വിലയാണ്. അത്രയും വില കൂടിപ്പോയി. അപ്പോൾ AI സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന മുഴുവൻ മെമ്മറീസും പോവുക എന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് അവർ എടുക്കുന്നതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ വിൽക്കാനായിട്ട് സാധനം ഇല്ലിപ്പോൾ. വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് നമ്മുടെ രാജ്യത്ത് നിന്നല്ല, ലോകം മുഴുവൻ ഈ പ്രശ്നമുണ്ട്. മെമ്മറി ചിപ്പുകൾ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി വിഷയങ്ങളാണ്. അപ്പോൾ സാറിന് കൊതുക് പാറ്റ് കൂടെ, സാർ ഇന്നുകൊണ്ട് കൊതുക് കടി കൊള്ളാതെ കിടക്കട്ടെ. ഇവിടെ ഒരു അടുത്ത് ചായം കുടിച്ചിങ്ങനെ ഇരിക്കത്തേ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് വിഷയം. അതിനനുസരിച്ച് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ അതുകൊണ്ടാണ് പണി നിർത്താത്തത്. ഇത് ഒരു 5 പ്രാവശ്യം കയറി ഇറങ്ങുമെങ്കിലും ചെയ്യും. ഒരു മേളത്തെ നിലയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണമെങ്കിലും ഉണ്ട്. 10 പ്രാവശ്യം കയറി ഇറങ്ങുമ്പോൾ തന്നെ. ഏതാ TV ഉണ്ട്, സോണിയുടെ TV ഉണ്ട്. സോണിയുടെ TV എല്ലാം. ഞാൻ കട നിർത്താനോ? കട നിർത്താൻ ഞാൻ മടുത്ത പോലെ, സാറ് പറഞ്ഞ പോലെ, നിങ്ങൾക്കൊരു പെൻഷൻ ഇല്ല. 55 വയസ്സിൽ പെൻഷൻ പറ്റണ്ടേ? 55 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് പെൻഷൻ പറ്റാമെന്ന് വെച്ചു. ഒരു ഇത്രയും വർഷത്തിനിടയിൽ നമ്മൾ ഒരാളുടെ ബന്ധു വീട്ടിലോ കല്യാണത്തിനോ അങ്ങനെയുള്ള ഒരു പരിപാടികൾക്കും പോയിട്ടില്ല. ഒരു സ്വസ്ഥത വേണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്വസ്ഥത അതോടെ പോയി, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഭയങ്കര തിരക്കായി. അതുപോലെ സെറ്റുകൾ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നു, സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പണി ചെയ്യുന്നവരെല്ലാം പുതിയ ആൾക്കാരൊന്നുമില്ല. ഇതിപ്പോൾ ഈ പയ്യനെ കിട്ടിയപ്പോൾ മൊബൈൽ മെക്കാനിക്കാണ്, TV നന്നാക്കുകാരനല്ല. മൊബൈൽ മെക്കാനിക്ക് പണി ചെയ്തുകൊണ്ടിരുന്ന പയ്യനാണ്. പുള്ളി ചെന്നൈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പുള്ളിയുടെ ഫാദറിന് അസുഖമായതുകൊണ്ട് ഇവിടെ വന്ന് കുറച്ച് നാൾ നിൽക്കുന്നുള്ളൂ. നിൽക്കുന്നത് ഒന്നാമത് ഈ പുതിയ ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് ഒരു യൂസ് ആൻഡ് ത്രോ പരുവാണ്. ഇപ്പം നമ്മളിപ്പോൾ തരുമ്പോൾ ചിലപ്പോൾ ഓണായിട്ടിരിക്കുന്ന സെറ്റാണെങ്കിൽ 2 ദിവസം ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഇത് ഓണാകരുന്നാവും. അപ്പോൾ കസ്റ്റമർ പറയുമ്പോൾ ഞാൻ തന്നപ്പോൾ ഓണായിരുന്നതാണ്, ഇപ്പോൾ ഇത് ഓണാകുന്നില്ല, നീ ഇത് സഹിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ടെക്നീഷ്യന്മാർ മുഴുവൻ ഈ മേഖല വിട്ടു. ഇപ്പം ഞാനിപ്പോൾ കാണുന്ന മിക്കവാറും ടെക്നീഷ്യന്മാരും വയറിങ്ങിന് പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾക്ക് പോവുക. എല്ലാവരും വേറെ ഓരോ പരിപാടി, ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി ഒരുത്തരം, അങ്ങനെ ഓരോ പരിപാടികളിലേക്ക് ഈ മേഖല വിട്ടുപോയി. TV നന്നാക്കി കൊടുത്താൽ അത് അവിടെ ഇരിക്കും, വർക്ക് ചെയ്യും. അത് ചിലപ്പോൾ ഒരു കൂടിപ്പോയാൽ 3 കൊല്ലം കഴിഞ്ഞ് അതിനൊരു കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ വരുള്ളൂ. ഇതങ്ങനെയല്ല, നന്നാക്കി കൊടുത്ത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഇത് കേടാകുന്ന രീതിയിലുള്ള യൂസ് ആൻഡ് ത്രോ രീതിയിലേക്ക് ഇലക്ട്രോണിക്സ് മാറിയതുകൊണ്ട് ഇതിന് റിപ്പയറിംഗ് എന്ന് പറഞ്ഞൊരു സാധ്യത വളരെ മങ്ങി. അഥവാ അതിന് റിപ്പയർ ചെയ്തെങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഇല്ലെന്നാക്കി കളയും. എല്ലാവരും കൂടെ കൂടി കടവും മേടിച്ചായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ഇടുന്ന IC അന്നേരം പൊട്ടിത്തെറിച്ച് പോകും. 1500 രൂപ 2000 രൂപ പോകും. നമ്മളൊക്കെ പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച് നിൽക്കുന്നത്. അതിൻ്റെ അകത്തൊരു പ്രോഫിറ്റ് മൈൻഡഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തെ വരുമാനം കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ള രീതിയിലാണെങ്കിൽ വലിയ മെച്ചമൊന്നുമില്ല, ആർക്കും വലിയ മെച്ചമില്ല. ഒരുത്തനും TV നന്നാക്കിയൊന്നും. ഇതിപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് കുടുംബസ്വത്തുള്ളവരായതുകൊണ്ട് നമ്മളങ്ങ് പോകുന്നെന്ന് മാത്രം. അവിടുത്തെ വരുമാനവും റബ്ബർ ഷീറ്റ് വിറ്റും അങ്ങനെയൊക്കെ കൊടുത്തും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങ് പോയെന്നുള്ളതല്ല. അതാണ് നിർത്താമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇതും കൊണ്ട് നമ്മുടെ ജീവിത ആയുസ് മുഴുവൻ ഇവിടെ കിടന്ന് നമ്മളിത് നരകിച്ച് തീരുക എന്നുള്ളതല്ലാതെ അങ്ങനെ ഇനി മുമ്പോട്ട് പോയിട്ട് ഇതിന് നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യണം, കുറച്ച് വിശ്രമിക്കണം. എനിക്കിവിടെ ഒരു ഇതുണ്ട്, ഒരു മുഴ വന്നിട്ടുണ്ട്. ഇത് അതൊരു ഉമിനീർ ഗ്രന്ഥിക്കകത്തുണ്ടായിരിക്കുന്ന ഒരു കല്ലാണ്. അത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേന് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പൊടിയും ഇതുമെല്ലാം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിലവിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് ഓപ്പറേഷന് പോകാൻ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ശരിയായിരിക്കും. പുള്ളി ഞാൻ ഇടയ്ക്ക് കാണാറുള്ള ശരിക്കുമ്പോൾ. പുള്ളി ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലൈറ്റ് ചെയ്താൽ കത്തിക്കാം. LED ബൾബ് എന്തായാലും കത്തുകയല്ലോ. ഇത്ര ആംബിയർ ഉള്ളല്ലേ, 3000 mAh ഉണ്ട്. അത് 3800 mAh ഉണ്ട്. അത് പകൽ സോളാറിൽ നിന്ന് ചാർജ് ചെയ്താൽ മതി. ഇല്ലാത്തവർക്കേ വളരെ ഉപകാരപ്രദമാതെ. കറണ്ട് ഇല്ലാത്ത എന്തെങ്കിലും സ്ഥലങ്ങളുണ്ട്, അവർക്കൊക്കെ ഇത് 2-3 പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും.
ഒറിജിനൽ സോണിയുടെ പവർ ബാങ്കാണ്. മേശയിൽ തന്നെ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന മീൻസ് മേശയിലിരിക്കുന്ന എന്നാ അത് സർവീസ് കഴിഞ്ഞതോ. ആ ഇരിക്കും സാറേ. ഞാൻ ഒരു 2 ദിവസം മുമ്പ് വിളിച്ചിരുന്നില്ലായിരുന്നു, ഒരു AS21 വേണമെന്ന് പറഞ്ഞു. ആ തരാം തരാം. ആ ആളാണ്. ഓക്കെ, അതെടുക്കുക എന്നാൽ ചെക്ക് ചെയ്യട്ടെ. ഒരു കത്തി മീൻസ് കത്തി കൊടുക്കുക. കത്തി ഇപ്പം പവർ ബാങ്കിന് ഇപ്പോൾ ഒരു ഇതില്ലെന്നായതെന്നു വെച്ചാൽ ഇപ്പോഴത്തെ മൊബൈലിനെല്ലാം ഭയങ്കര mAh ബാറ്ററി അല്ലേ. അപ്പോൾ പവർ ബാങ്കിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു പരിധി വരെ. പക്ഷേ ഇത് നമുക്ക് പല ഉപകാരങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് സോണിയുടെ ഒറിജിനൽ പവർ ബാങ്കാണ്. എത്ര നേരം അത് കുത്തിയിടണം? ഇതെടുത്ത മോനെ. ഫുള്ളായി കഴിയുമ്പോൾ ഈ മഞ്ഞേ കെടും, മഞ്ഞ ലൈറ്റ് കെടും. അപ്പോൾ ഫുൾ ചാർജ് ആയിരുന്നു. അതെ അതെ. ഇത് കാഞ്ഞിരപ്പള്ളി. എവിടുന്നാ വിളിക്കുന്നേ? അതല്ല, അത് സി ടൈപ്പാണ്. മറ്റേ ടൈപ്പുള്ള ഫോണുണ്ടോ? കോട്ടയമാണ്. സാറിൻ്റെ ഫോൺ ഏതാ? സി ആണോ? വണ്ടിക്കകത്താണ്. സി ആണോ വി ആണോ? ഞാൻ ആ മാറ്റാം. ആ മോസ്കിറ്റോ ബാറ്റ് കാണിച്ച. ഇല്ല ഇല്ല ഇല്ല, അല്ല, മോസ്കിറ്റോ മാറ്റ് കാണിക്കാം. അതല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? ഹലോ, അത് കുത്താം. സാറിനോട് ആ സംസാരിച്ചോളാം. സി ആ പറഞ്ഞു. ആ മാറ്റാമല്ലോ. എത്ര ഇഞ്ചാ സാറേ? അപ്പോൾ സാർ ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ മോഡൽ നമ്പർ എടുക്കണം. മോഡൽ നമ്പറിനകത്ത് ഇഞ്ച് വരും. ആ കറക്റ്റ് മോഡൽ നമ്പർ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയാം. ഓക്കെ. ആ കോഡ് വെയർ എടുത്തേ. അത് സി വേറെ ടൈപ്പ് കുത്ത. അല്ല, അത് ഇതിൻ്റെ കൂടെയുള്ള കോഡ് വേറെ. ഇത് സി അല്ല, ഇത് വി ആ. ഇത് സി ആ. സി ഉണ്ടെന്നേ. സി കോഡ് വയർ കുത്തിയാൽ മതി ഇവിടെ. ആ ഇതാ സി കോഡ്. ആ അത് കുത്ത്. ഇതിൻ്റെ കൂടെ ഉള്ള വി ആന്ന് ഞാൻ പറഞ്ഞു. അത് കുഴപ്പമില്ല, അത് അതിലേക്ക് കുത്ത്. ആ അത് ഇതേലോട്ട് കുത്താൻ. ആ. ഓക്കെ. ചാർജ് ചെയ്യണം. ഒന്ന് ഉണ്ടോ? ഒന്ന് ഇത് വന്നായിരുന്നു. ആ ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് ആദ്യം ഒന്ന് ചാർജ് ചെയ്യുക, ലൈറ്റ് ഇടുക. ഇതാണ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറ്. ഇത് മറ്റേ വി ടൈപ്പാണ്, തിരിച്ചു കുത്തിയാൽ മതി കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇത് കൂട്ട് പവർ ബാങ്ക് വേണമെങ്കിലുണ്ട്. വെറും 1500 രൂപ മാത്രമേ വിലയുള്ളൂ. ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് സോണിയുടെ. ഇനി അവനെ വിളിച്ച് സാറ് ഇവരുടെ കൂടെ വന്നാണോ? സാറിന് ചോദിച്ചു. ആ ഇരിക്കും സാറേ, ഇരിക്കും. ഇതൊന്ന് മടുത്ത ആളല്ലേ. ഓക്കെ. അപ്പോൾ ഞാൻ പോവാം. ഓക്കെ സാറേ, കണ്ടേ സന്തോഷം. ഒരു AS21 എടുത്ത് ഞാൻ സെറ്റ് ചെയ്തോളാം. സ്പെസിഫിക്കേഷൻ അതിനകത്ത് കണക്ട് ചെയ്യാമല്ലോ അല്ലേ? ഇതിനകത്തുള്ള സാറിൻ്റെ സെറ്റ് 225x2, സബ്വൂഫർ 150 വാട്ട്സ്. ധാരാളം. ആ ഓഹോ, ഇത് 2 സ്പീക്കറും ഒരു സബ്വൂഫറും ഉള്ളോ? ഓ. ഹലോ, 40BX 400. ഇത് പാനൽ പൊട്ടിപ്പോയതാണ്. ഇത് 40 ഇഞ്ചാണ്. 40 ഇഞ്ച് TV യുടെ പാനൽ ഇപ്പോൾ
ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പുറത്തെവിടെയെങ്കിലും കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഹലോ, അതെ അതെ. എവിടെയാ? റാന്നിയോ? ആ പറഞ്ഞോ. ഇതാരുടെ? എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അവസാനം ഫ്ലൈറ്റ് മേനെ മുളയും കൊടുത്ത് ഇവിടെ ഈ മുഴ വന്ന് പശി ഇച്ചിരി എടുത്ത് കട്ട് ചെയ്ത് കയറ്റിയാൽ മതി. അത് മുളയും കൊടുത്ത് സർവീസിന് വന്നു. ഇത് രണ്ടും കൊണ്ടേ വെച്ചാൽ 999. അതിൻ്റെ ഒരു ഹോം തിയേറ്ററും കൂടെ ഉണ്ട്. ഇതും കൂടെ അതിൻ്റെ 3 എണ്ണം കൊണ്ട് അടുപ്പിച്ച് വെച്ചു. അടുപ്പിച്ച് വെക്കണേ. 3 എണ്ണം അവരുടെ തന്നെ. ഒരു RT3. ഇത് ആപ്പുള്ള സാധനമാണ്. ആപ്ലിക്കേഷൻ ഉള്ളതാണേ. ആ, നമുക്ക് ആപ്ലിക്കേഷൻ വഴി മൊബൈൽ വഴി എടുക്കുകയാണെങ്കിൽ ഈക്വലൈസറും എല്ലാം സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ബ്ലൂടൂത്ത് ഞാനിട്ട് കേൾപ്പിക്കാം ഒരെണ്ണം. ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ ഇതിൻ്റെ ചെറുതുണ്ട്. ഇതാ നല്ല സാറിന് നല്ല പവറുള്ള ഇതാ, നല്ല സ്പീക്കറാണ്. അതിനത് വേണം.
കൊള്ളാം, നല്ല പാട്ടല്ല. അത്യാവശ്യം ബാസും ഉണ്ട് ഈ പഴയ പാട്ടിന് ഇതിനകത്ത്, അതാ എൻ്റെ ഗുണം. ആ മോനെ ഇത് അയച്ചു കൊടുത്തോടാ. ഉള്ളൂ. ആ അത്യാവശ്യം ഇപ്പം പുള്ളി അത് മേടിച്ചതെന്ന് വെച്ചാൽ ഈ കൊതുക് ബാറ്റ് കുത്തി വെക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൊള്ളാം. നമ്മുടെ ഇപ്പോഴത്തെ മൊബൈലുകൾക്കും കുഴപ്പമൊന്നുമില്ല, 3000 mAh കിട്ടും. അത്യാവശ്യം അതായത് വളരെ ഒതുക്കമുണ്ട്. ഇത് ഒറിജിനലാണ്, സോണിയുടെ ഒറിജിനലാണ്. ഹലോ, എന്നാത്തിൻ്റെ ആയിരുന്നു? ആ റിമോട്ട് തരാമല്ലോ. ഓക്കെ, ആ റിമോട്ടുണ്ട്. 750 രൂപ. ആ റിമോട്ടിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇട്ടേരാ, സെയിം തന്നെ അയച്ചു തരാൻ വേണേ. എവിടെ നിന്ന് സാറ് വിളിക്കുന്നത്? തിരുവനന്തപുരം. ഞാൻ അഡ്രസ്സ് ഇട്ട് തന്നാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ ഓക്കെ. സോണിന്ന് എഴുത്തൊക്കെ ഉള്ളതാണ്. വാറണ്ടി എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്ത് അയച്ചു തരുള്ളൂ, അതിനങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി. ആ വർക്ക് ചെയ്യും. അതിൻ്റെ ഫോട്ടോ സാറ് വാട്സാപ്പിൽ ഇട്ടേരെ. ആ അതിൽ ആൽക്ലൈൻ ബാറ്ററി റിമോട്ടിൽ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ശരി, ഓക്കെ. ആ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഫോട്ടോ ഇപ്പം തന്നെ ഇട്ടേരെ, ഞാൻ നോക്കിയേക്കാം. അതിനകത്ത് തന്നെ അഡ്രസ്സ് വിട്ടേരെ. പിന്നെ കവറിലിട്ടേരാം. ആ ഇത് കൊള്ളാവുന്ന, മോളിൽ പോയി നല്ലൊരു കവർ എടുത്തു തോന്നുന്നു, കാർഡ്ബോർഡ് ബോക്സ്. ആ അവർക്ക് അപ്പോൾ വെളിയിലേക്ക് കൊണ്ടുപോകാനാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം, ചെറുതായതുകൊണ്ട്. ആ ബാഗിൽ ഇരുന്നോളൂ. ഫോണിന് പറ്റും, അല്ല അതിപ്പോൾ എല്ലാ ഫോണിനും പറ്റും വരുന്ന. ആ അപ്പോൾ ഈ ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് വേണ്ട, ആ പൈസ കുറച്ച് തരാൻ പറയും. ആ കോഡ് വ്യത്യാസം. ഇന്നാ സി കോഡ്, ഇന്നാ സി അല്ലേ മോളെ? ഐഫോണ് പഴയ ഐഫോണാ. ഐഫോണിൻ്റെ ഒരു കോഡ് 27 നമ്മൾ വെച്ചിട്ടില്ലേ കാർഡ്ബോർഡ്, ആ വലിപ്പത്തിനുള്ള. സാറേ ഒന്ന് കുത്തി നോക്കട്ടെ. അയ്യോ സാറേ കുത്തി നോക്കാം, അത് പൊട്ടിച്ചുള്ള ചാർജ് ഉണ്ടോ എന്ന് അറിയത്തില്ല. പുതിയത് പൊട്ടിക്കുമ്പോൾ ചാർജ് കാണാൻ വഴി ഉണ്ട്, ചാർജ് ഉണ്ട്. ലൈറ്റ് കത്തിയിട്ടുണ്ട്. ആ ലൈറ്റ് എപ്പോൾ കിടന്നോ അപ്പോൾ ഫുൾ ചാർജ്. അത് എത്ര നേരം. എടാ ഈ വയറ് കൊള്ളിയല്ല. ഞാൻ കൊച്ചായിരുന്നു വീട്ടിലുള്ള ഫിലിപ്സിൻ്റെ, അതിനകത്ത് കുറേ റെക്കോർഡും കൊണ്ടുവന്നു. ഈ റെക്കോർഡ് പാട്ട് മുഴുവൻ ഇറ്റാലിയൻ പാട്ടാണ്. നമുക്കറിയത്തില്ല പാട്ടോ, വേറൊരു എന്തൊക്കെയോ പാട്ട് ഇങ്ങനെ പാടും. ഞാൻ കുറേ കേട്ടിട്ടുള്ള ചെറുപ്പത്തിൽ. ആ അതെ, പക്ഷേ ഭാഷ ഒരു പിടിയും കിട്ടുന്നില്ല. കുറേ വേറൊരു ടൈപ്പ് മ്യൂസിക്കും കുറേ റെക്കോർഡുണ്ടായിരുന്നു. അവിടുത്തെ പാട്ടുകളാണ് മൊത്തം. കുഞ്ഞിലെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയാത് ഇറ്റാലിയൻ ഭാഷ. ഇവിടെ എവിടെയാ വീട്? തിരുവല്ല. അപ്പോൾ ഇത്തിരിക്ക് കൊണ്ടുപോകാനാണോ ഇതിലത്തെ? ഓക്കെ, ആ സ്പീക്കറുണ്ട്. ഓക്കെ ഓക്കെ.
ആ ഞാൻ യൂട്യൂബ് ഒരു മാസത്തെ ലീവിന് വന്നായിരിക്കും അല്ലേ? 20 ദിവസം. പിന്നെ നമ്മൾ ഓരോന്നും എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പെൺഡ്രൈവ് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കയറ്റി വെച്ചാൽ നമുക്കിത് നെക്സ്റ്റ് പഠിക്കാമല്ലോ, വേറെ പ്രശ്നമൊന്നും. ആ പാട്ട് വേണ്ട, അടുത്ത പാട്ട് വേണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് അടിച്ച് പോവാം. നടുക്കി ഞെക്കിയാൽ പോസ് ആവും. നമ്മൾ ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ പോസ് ആവും, നെക്സ്റ്റ് റിവേഴ്സ്. ഓക്സ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്സ് നല്ല വർക്കിങ്ങാണ്. ഇത് നല്ല മോഡലാണ്, ഒറിജിനൽ വെർഷനാണ്. ആ മറ്റേ ഒറിജിനൽ USA IC ഇട്ടുള്ള സാധനം. അത് നോക്കി ഞാൻ എടുക്കുന്ന. മറ്റേതായിട്ട് ഒരു 1000 രൂപയുടെ വ്യത്യാസമുണ്ട് വിലയിൽ. ചൈനീസ് ഉണ്ട് വേറെ, വേറെ IC ഇട്ടുള്ളതുണ്ട്. അത് നമ്മൾ കൊടുത്താൽ ശരിയാകത്തില്ല. പക്ഷേ ഇടയ്ക്ക് ഈ റേറ്റിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ കുറച്ചെടുത്തായിരുന്നു. ഈ കിടക്കുന്നൊക്കെ അങ്ങനെ എൻ്റെ പൈസ പോയത്. ഇത് പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല. പക്ഷേ ആ സാധനം കംപ്ലൈൻറ്റാണ്. വന്ന സാധനം മൊത്തം ഇതാണ്. ഇത് ഫുള്ള് ഇതുണ്ട്, സെറ്റ് പോലും ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുക. ഇത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ തന്നെ കംപ്ലൈൻറ്റാണ്. അങ്ങനെ പൈസ പോകുന്നത്. ഇതിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്. അങ്ങനെ ഒരു ലോട്ട് വന്ന മൊത്തം കംപ്ലൈൻ്റ് ആയിരുന്നു. മേളിലൊരു പെട്ടി നിറയെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതില്ലേ എടുക്കത്തില്ല, വേണ്ട, ഇത് മേടിക്കുന്നവന് കൊടുക്കുന്നുള്ളൂ. നല്ല പെർഫോമൻസ്. ഇതുവരെ കംപ്ലൈൻറ്റ് വന്നിട്ടേ ഇല്ല. ഈ സാധനത്തിന് വന്നിട്ടില്ല. ഈ ഇടയ്ക്ക് കയറി ഈ ഡ്യൂപ്ലിക്കേറ്റിനാണ് കംപ്ലൈൻറ്റ് വന്നത്. അങ്ങനെ ഒത്തിരി പേര് പ്രശ്നം വന്നു. ഞാൻ ഒരു പ്രാവശ്യമേ മേടിച്ചുള്ളൂ, അതോടെ എനിക്ക് മതിയായി. ഇവർ വിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാം, ഈ കടകളിൽ വിൽക്കുന്നത് നോ വാറണ്ടി, നോ ചെക്കിങ്. ഈ സാധനം ഈ പെട്ടിയോടെ ഇങ്ങനെ എടുത്ത് കൈ കൊടുക്കും. വർക്ക് ചെയ്താൽ വർക്ക് ചെയ്തു, കേടായില്ല. ഇതുകൊണ്ട് ഇവർ ഏതെങ്കിലുമൊക്കെ ഒരു പവർ സപ്ലൈ കയറ്റും, അതോടെ പരിപാടി ചെയ്തു. അപ്പം പവർ സപ്ലൈ ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള കറക്റ്റ് ആംബിയറുള്ള നല്ല പവർ സപ്ലൈ അല്ലെങ്കിൽ അപ്പം തന്നെ ഈ സാധനം ഡാമേജ് ആവും. പക്ഷേ ഞാൻ ഈ മോഡലിൻ്റെ ഈ കമ്പനിയുടെ കൊടുത്ത് ഒന്നും ഇതുവരെ കേടായി വന്നിട്ടില്ല. ഒരെണ്ണം പോലും വന്നിട്ടില്ല. അത് നമ്മുടെ ഒരു വിശ്വാസം. അപ്പം മറ്റോ തരുന്നൊരു 1000 രൂപ കൂടുതലാണ് അവർക്ക്. അപ്പം കാണുമ്പോൾ എഴുത്തും എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് സെയിം. എനിക്ക് തോന്നുന്നത് ഡ്യൂപ്ലിക്കേറ്റിന് കുറച്ചും കൂടെ തിളക്കം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും. ഇതിന് കുറച്ചും കൂടെ ഒരു പാണ്ട് പോലെയൊക്കെ ഉണ്ട്, മറ്റേത് നല്ല ഗ്ലോസിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ആരോട് പറയാം. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും എടുക്കുക, ചെക്ക് ചെയ്യുക, IC ഏതാണെന്ന് നോക്കുക. ഓരോ പ്രാവശ്യം അത് പറ്റുമോ, ഇവിടെ വന്നു കഴിയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ ആ ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിശ്വാസത്തിൽ അങ്ങനെ തരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴേ അവർക്ക് ഇപ്പോൾ അറിയാതില്ല കേട്ടോ, അതിരിപ്പില്ല, മറ്റേതേ ഉള്ളൂ, സാറിന് അത് പറ്റിയല്ലോ, മറ്റേ വരുമ്പോൾ ഞാൻ വിളിച്ചേക്കാമെന്ന് പറയും, തരും. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക എന്നുള്ളതാണ്. ഈ സോണിയുടെ ഹലോ, എന്നാൽ വീഴ് മതി. ഇതായിട്ടിരിക്കുന്ന വയറ് വീയാ, ഓക്കെ, അത് മതി. V2 ഒരു 2 1 2 എടുത്തോണ്ട് പോകും. എത്ര അതിന് വില? 1400 രൂപയാകുമ്പോൾ 1420 രൂപ. കുറേ ഉണ്ടായിരുന്നു. എല്ലാം കൊടുത്ത്. പിന്നെ ഞങ്ങൾ യൂട്യൂബിനടുത്ത് ഇതുവരെ ഇട്ടില്ല. ഇട്ടിരുന്നാൽ ഇപ്പോൾ പോയേനെ. യൂട്യൂബിലെടുത്തിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പോയേനെ. അച്ഛാ, മുട്ടത്തല അടിച്ചിരിക്കുന്നതാണോ? ഞാൻ ആലോചിക്കുക ഇടയ്ക്ക് മുട്ട അടിച്ചാലോ എന്ന്. അല്ല, ഇവിടെ വരികയല്ലേ? അല്ല, ഞാൻ മുട്ട അടിച്ചാലോ എന്ന് ഇവളോട് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു സ്ഥിരമായിട്ട് അടിക്കണം, എന്ന് ഷേവ് ചെയ്യേണ്ടി വരും, കുഴപ്പമില്ല. പുള്ളി കഷണ്ടി അല്ല, പുള്ളി ഷേവ് ട്രിമ്മറാ. ബ്ലേഡ് വെച്ച് ചെയ്യുന്നത്. ആ, പഠിച്ചു നോക്കിയപ്പോ വരയില്ല തലവരെ. കളിമണ്ണാണെ കുറച്ചുകൂടെ നല്ല വളർച്ച കിട്ടിയത്. ഭാര്യയാണോ ഇത്? നിങ്ങൾ തമ്മിൽ? അതെയോ? അല്ല, പുള്ളിക്കിട്ട് പണിയുന്ന കേട്ടോട് ചോദിച്ചാ. സാറിന് ഭാര്യമാരാണല്ലോ പണി കൊടുക്കുന്നത്. പുള്ളിക്കിട്ട് പണി കൊടുക്കുന്ന കേട്ടോട്ട് ചോദിച്ചാ. ഇതാരും ആങ്ങളെയാണോ? ആരാ? പെങ്ങടെ പണിയാ. അത് ഇച്ചിരി 1.5 പണിയാ കേട്ടോ. ഭാര്യ പണിയുന്നതിലും വലിയ പണിയാ പെങ്ങടെ പണി. എനിക്ക് ആകെ ഒരു പെങ്ങളുണ്ട്, അവള് നല്ല പണിക്കാരിയാ.
താമസമൊക്കെ അടുത്ത് തന്നെയാണോ അതോ ഞങ്ങൾ ഇവിടുന്ന് ഒരു കുറച്ച് 10 തിരിച്ചു പോകും? ഈ 10 അടുത്ത മാസം പോകും. അപ്പോൾ ഒത്തിരി നാൾ കൂടി ലീവിന് വന്നാണോ അതോ എല്ലാ വർഷം വരുമോ? 5 വർഷം കൂടി വന്നാൽ ടിക്കറ്റ് ഭയങ്കര റേറ്റ് ആയിരിക്കും അല്ലേ? ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ഫെയർ കുറവുണ്ടായിരുന്നു. ആ ജനുവരി 10 ശേഷം അപ്പോൾ ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഏകദേശം എത്ര രൂപ വരും? ഞങ്ങൾ വന്നത് അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് എത്ര രൂപ വരും? ഏകദേശം ഒരു 55 55 രൂപ ഒരാൾക്ക്. അത് ഒരു ഫെയർ ഒരു സൈഡ്, അല്ല രണ്ട് സൈഡും കൂടെ 55,000 രൂപ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ആ സീസൺ കഴിഞ്ഞുകൊണ്ടാണ്. ആ ആ സീസൺ കഴിഞ്ഞുകൊണ്ടാണ്. ആ 1500 ആ നമുക്കൊരു ആവശ്യപ്പെട്ട് ചോദിക്കുമ്പോഴാണ്. അതെ അപ്പം ഞാൻ പോരെ അതിനുള്ള കേസുള്ളൂ. എനിക്കും ഇത് പറഞ്ഞാൽ അത്യാവശ്യം എൻ്റെ ഉത്താവത് നമ്മളെ വീട്ടിൽ കാശൊക്കെ ഒന്നുകൂടെ ഓഫാക്കണം. ഇന്നസെന്റ് വരാൻ മിസ്റ്റർ പൂഞ്ഞിക്കരയായിരുന്നു. രക്ഷയില്ല. എന്ത് ഒരു ഐഫോൺ, എൻ്റെ ഐഫോൺ ഇതാണ്. ഒന്ന് നോക്കിയിട്ട് നടക്കത്തില്ല. അത് നിർത്തി പരിപാടി. ചാർജ് ആയില്ല കേട്ടോ. അടുത്ത ഇല്ലില്ല ഇതൊന്നും കിട്ടണ്ടേ. ആ. അവിടെ ചെല്ലുമ്പോൾ ഇത്ര ഒച്ച വെക്കല്ല. ഇത്ര ആൾക്കാരില്ലേ ഓടിക്കല്ലേ. ഓക്കെ ചാർജ് ചെയ്യുന്നുണ്ടോ? ഈ ഐഫോണിൻ്റെ അവസാനത്തെ ഒരു ഗതികേടാണല്ലോ ഇത്. എല്ലാം സി ആയി പോയതോടുകൂടി ഉണ്ട്. ചാർജ് ആകുന്നുണ്ട് 35% ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ആദ്യം ഫുൾ ചാർജ് ചെയ്യണം. ഈ വയർ തന്നെ യൂസ് ചെയ്താൽ മതി. ഈ സാധനം ഇരുന്നോട്ടെ ചാർജ് ചെയ്യാൻ ഐഫോണിന് അത് അത്യാവശ്യം. ഈ വയർ നേരെ തിരിച്ചു കുത്തി ഏതാ ഇത് ഊരണം, ദൂരിയിട്ട് കുത്തിയിട്ട് ചാർജ് ഇട്ടാൽ മതി കേട്ടോ. ഏതെങ്കിലും ചാർജറെ കുത്തിയാൽ മതി. ഇത് ഈ കുഞ്ഞിലാണ് ചാർജർ. ഇത് ഔട്ട് എടുക്കുന്നത്. അതെ ഇതാണ് ഔട്ട്. ഇത് ചാർജറിൻ്റെ മഞ്ഞ തെളിയും, ഔട്ടിന് പച്ച തെളിയും. ബാഗിൽ കൊണ്ടുപോകത്തില്ലേ? ആ ബാഗിൽ കൊണ്ടുപോകാം. ലഗേജ് കിടത്തില്ല. പൊട്ടിങ്ങാനും പ്രശ്നം ഉണ്ടായാലോ എന്ന് ഓർത്തേ. ഹാൻഡ് ബാഗ് വെക്കാം. ഇപ്പം ലാപ്ടോപ്പും എല്ലാ സാധനവും അങ്ങനെ വെക്കത്തുള്ളൂ. അപ്പോൾ ജനിച്ചി വാ ഓടി വാ. അച്ചായനെ ഫുള്ളൊന്ന് പിടിച്ചിട്ട് വാ. ഫുള്ള് പിടിക്കാൻ പറ്റിയായിരുന്നു വെല്ലുവിളിച്ചിരിക്കുക തന്നെ. സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്താൽ ഇവരുടെ വണ്ടിയാണോ? നിങ്ങളുടെ ആണോ? KL30? ആ പുള്ളിയുടെ ആ കൊറിയർ വണ്ടിയാണ്. അതൊന്ന് മാറ്റി കൊടുത്താൽ നല്ല. കാരണം അതേ ഒത്തിരി ലോഡ് വരും. അപ്പോൾ മോളെ ഒന്ന് പറഞ്ഞ ജനിച്ചി ഇത് വേറെയാണേ. പിന്നെ അത് വയർ വെച്ചിട്ടുണ്ട്, മറ്റേ സിങ്ക് വെച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കുക. 6500 പ്ലസ് 1420 പ്ലസ് സാധാ കവർ 60 മൊത്തം 7980 എഴുതിക്കോ. അതായത് ഇതേ കുത്തണം ആദ്യം, അത് കഴിഞ്ഞ് ഇതിലോട്ട് കുത്തണം. അപ്പോൾ ഓട്ടോമാറ്റിക് സ്വിച്ച് ആവും. ഇത് കുത്തി വെച്ചിട്ട് അതേ കുത്തിയാൽ ആവില്ല. ഇപ്പോൾ ചാർജിൻ്റെ പോയി നമ്മളിത് കുത്തുമ്പോൾ ഉണ്ടോ ചാർജ് ചെയ്യുന്നത്. ആ വെച്ചാൽ ഇതിനകത്ത് അധികം ചാർജ് കാണുകയില്ല. എന്നാലും ഒന്ന് നോക്കിക്കോ. കയറിക്കോട്ടെ. പേരെങ്ങനെയാണ് സാറിൻ്റെ? എൻ്റെ പേര് സുരേഷ്. സുരേഷ്. ഓക്കെ. ഒരു മോളോ ഉള്ളോ? ആ വരുന്നു. ഒറ്റ മോള്. ദുബായിൽ ജനിച്ചു വളർന്ന് ഇറ്റലി. പുള്ളി ദുബായിലാണ് ആദ്യം കുഞ്ഞായത്. ആ അത് നേരെ ഇറ്റലിക്ക് പോയാൽ. ഇറ്റലി എങ്ങനെയുണ്ട്? അവിടെ തണുപ്പല്ലേ? ഞങ്ങളുടെ പിള്ളേരാണ്. അവർക്ക് അവധിക്ക് വന്ന അവര് ഹോട്ടൽ റെസ്റ്റോറൻറ്റില്ല. അടച്ചിടുമല്ലോ തണുപ്പായ. ശരിക്കും 6 മാസം ജീവിതമുള്ളൂ അല്ലേ? 3 മാസമുള്ളൂ അല്ലേ? നല്ല മഞ്ഞ് വീണ് കിടക്കും. പക്ഷെ അതൊരു രസമല്ലേ? ജലദോഷം പിടിക്കുമോ? ബില്ല് എഴുതിയില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല, തണുപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളെ ഇവിടുത്തെ പോലെ ജലദോഷവും പനിയൊന്നും വരികയല്ലേ. ഇവിടെ ഒരു ചേഞ്ച് ചെയ്യുമ്പോഴേ
പക്ഷെ ഇവിടുത്തെ പോലുള്ള കണ്ടമാനമുള്ള പനികൾ ഹ്യൂമിഡിറ്റി ഇവിടെ ഒരു മഴ കഴിഞ്ഞാൽ അന്നേരം പനി, മഴ നിന്നാ പനി. ഇവിടെ ഹെവി ഹ്യൂമിഡിറ്റിയാണ്. ഇവിടെ അത് മഞ്ഞ് വീണാലും അവിടെ ഹ്യൂമിഡിറ്റി ഇല്ലല്ലോ. ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ AC ഇല്ലാതെ പറ്റിയല്ല. ഇവിടെ അവിടെ 42 ഒക്കെ വരും. സമ്മർ ടൈമിലൊക്കെ 42 ഒക്കെ വരും. വന്നു കഴിഞ്ഞാൽ ഒരു മാസം 1.5 മാസം അത്രയുള്ള ഇത്. പിന്നെ സോളാർ പാനൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് AC ഒക്കെ ഉപയോഗിക്കാറായല്ലോ. പകലിത് മുഴുവൻ ഇപ്പോഴേ ഇപ്പം നരേന്ദ്രമോദി ബുദ്ധിപരമായിട്ട് അത് ചെയ്തതുകൊണ്ട് എന്നിട്ടും അത് എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ കിടന്ന് കുറേ കളിച്ചു. ഫോൺ നമ്പർ എഴുതിയില്ല. അത് ദ്രോഹിക്കാമെന്ന് മാത്രമേ ഇവരുടെ ചിന്തയുള്ളൂ. എന്നാണേലും ഇപ്പോൾ രാഷ്ട്രീയം ഞാൻ പറയല്ല, എന്നാണേലും അങ്ങ് നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായത് ഇന്ത്യയുടെ നന്മയ്ക്ക് തന്നെ. രാഷ്ട്രീയം മറ്റു വർഗീയത ആ കാര്യങ്ങളൊക്കെ പോട്ടെ, അതെല്ലാം മാറ്റി നിർത്താം. ബാക്കി വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആരും ഉണ്ടായിട്ടില്ല. ബാക്കിയൊക്കെ കുറെ കുരങ്ങന്മാർ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പിന്നെ ഗുജറാള് മറ്റവന് മറിച്ചവന് കുറെ ആൾക്കാർ ഇന്ത്യ ഒരു വരിവാക്കി. അപ്പം എല്ലാ സാധനവും കൈ കൊടുത്തോ. സുരേഷ് സാറിനെല്ലാം കൊടുത്തില്ലേ? അപ്പൊ പഴയ പാട്ടൊക്കെ ഒന്ന് കേട്ട് ചേച്ചി കേൾക്കും. അതെന്നാ അപ്പൊ മഞ്ഞ് വല്ലതും കൊടുക്കണോ? ചേട്ടന് ഇഷ്ടമുള്ള പാട്ട് നമ്മളോട് കളിക്കുക, അതിനനുസരിച്ച് ഡാൻസ് കളിക്കുക. പുള്ളി വെക്കാതെ തന്നെ പാട്ട് വെക്കുക. അല്ലെങ്കിൽ ഈ പാട്ട് വലിയ ഇടിയില്ലാത്ത പാട്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ. ഓക്കെ ഓക്കെ താങ്ക് യു. മിക്സർ ശരിയായിരുന്നു അല്ലേ? മിക്സർ കണ്ടായിരുന്നു അത് അതിന്റെ. അപ്പൊ ഞാൻ നോക്കി, എനിക്ക് മിക്സർ ഉണ്ട്, ഒന്ന് ഞാൻ ഇടയ്ക്ക് അത് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. നിങ്ങൾ സുഹൃത്തുക്കളാണോ? സുഹൃത്തുക്കളാണ്, എന്ത് സുവിശേഷ പ്രവർത്തകർ? എവിടെയാണ്? ഞങ്ങള് സ്ഥലങ്ങളിൽ പാമ്പനാറ്. പേരെന്നാ? സന്തോഷം. പ്രവർത്തകരെ കാണാൻ സാധിച്ചത്. അല്ല കാണാറുണ്ട്. അതെ അതെ, ഇലക്ട്രോണിക്സ് ആവശ്യമുണ്ട്. എല്ലാവരും നീ പരിചയപ്പെട്ട് കഴിഞ്ഞോ? പരിചയപ്പെട്ട് കഴിഞ്ഞില്ല. സോൺചാൻ പരിചയപ്പെട്ടോളൂ. മൈക്ക് പോയെന്ന് ഞാൻ നോക്കി. ഞാനേ രാവിലെ വന്ന് കയറുതല്ലേ. ഞാനേ അന്നാ മിക്സർ ശരിയാക്കിയില്ലായിരുന്നു. അത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആവശ്യം തോന്നി. എനിക്ക് മിക്സർ ഉണ്ട് എൻ്റെ പൊന്നെ. അത് പിന്നെ അതിഭയങ്കരമായ പ്രഷർ കാരണമാണ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഞാൻ മിക്സർ പണിക്കാരനൊന്നും അല്ല. അതിൻ്റെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയിരുന്നു, ഞാൻ റെഡിയായി കൊടുത്തുന്നുള്ളൂ. പക്ഷെ അത് ഒരുവിധം വൃത്തി ഉണ്ടായിരുന്നു. സാറിൻ്റെ മിക്സറിന് തന്നെ കുഴപ്പം ഓണാകത്താ. പറ്റുന്നതാണെ ചെയ്യാം, ഉറപ്പൊന്നും പറയാൻ പറ്റിയല്ല. കാരണം എന്തെല്ലാം സൈസ് സാധനം ഈ ലോകത്തിറങ്ങി കിടക്കുന്നു. ഞങ്ങളെ ഒരു ബോക്സ് ഉണ്ടാക്കി വാങ്ങിച്ചത്. എടുത്തോ, വണ്ടി കൊണ്ട് എടുത്തു. എവിടെയും സ്ഥലം എവിടെയും സാറിൻ്റെ? അപ്പം നാട്ടുകാരനാ? എരുമേലി. ഓക്കെ, എരുമേലിക്കാരാ. അങ്ങേരി പിരിമേട. ഇവരൊന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്. വരുന്നു, ഇപ്പോഴും ചെയ്യുന്നു. ഏത് സഭയാണ്? ബ്രദറൻ സഭയിൽ നമ്മുടെ അയലോക്കംകാരൻ ഒരാൾ പണ്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിയുമായിരിക്കും, നരിതൂക്കിൽ പാമ്പാടിയിലുള്ള. പുള്ളിയുടെ പേര് 2 പേരുണ്ട്. ഒരു ബാബു എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പഠിച്ച ഒരാളുണ്ട്, അവനവിടെ പലചരക്കടയുണ്ട്, പുള്ളി ബ്രദറൻ സഭയിലാണ്.
പിന്നെ ഒരു ഓക്കേടെ ഒക്കെ ബിസിനസ് ഉണ്ടായിരുന്ന പുള്ളിയുടെ പേര് ഞാൻ മറന്നു, പുള്ളി ചേട്ടനാണ്. പുള്ളി കാരണം ഈ പുള്ളി ഇങ്ങോട്ട് ചേർന്ന്. പുള്ളിക്ക് ആ അവർ രണ്ടുപേരും നേരത്തെ ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു. എലിക്കുളംകാരായിരുന്നു അവർ. അപ്പം അന്ന് അവർ ഈ പുള്ളി ബദറൻ സഭയിൽ പോയെന്നൊക്കെ പറഞ്ഞ് അന്നങ്ങനെ അറിയാമല്ലോ, അങ്ങനെയൊക്കെ ഇപ്പോൾ പോകുന്നതെല്ലാം വലിയ വിഷയമാണല്ലോ. എല്ലാം വിഷയമായിട്ടെടുത്ത എല്ലാം വിഷയമാണ്. അപ്പോൾ ഓരോ മനുഷ്യരും പറയുന്നത് ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്നു. അപ്പോൾ ആ ശരിയിൽ നിന്ന് വേറൊരു ശരിയിലേക്ക് പോകുമ്പോൾ അത് വിഷയമാണ്. ഇത്ര ഉള്ളൂ ഇതിനകത്തെ വിഷയം. അവനവന് ബോധ്യമുള്ളത് അവനവന് ശരിയെന്ന് തോന്നുന്നു ചെയ്യുക, അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. അതിനകത്ത് അപ്പനെ നോക്കണ്ട അമ്മയെ നോക്കണ്ട സമൂഹത്തിനെ നോക്കണമെന്ന് ഞാൻ പറയാം. കാരണം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, നോക്കിക്കൊണ്ടിരിക്കാന്നുള്ളൂ. ഇവരാരും നമുക്ക് 5 പൈസ തരത്തില്ല, 5 പൈസയും തരത്തില്ല, ഒരു ഉപകാരവും ചെയ്ത് തരത്തില്ല. പറ്റുമെങ്കിൽ ആ കാലം പിടിച്ച് താഴോട്ടൊന്ന് വലിച്ചിടത്തുള്ളൂ, എന്നിട്ട് കൂളായിട്ട് നിൽക്കത്തുള്ളൂ. വേദപുസ്തകത്തിനനുസാരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളുകളാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് കണ്ണിവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ അത് ഫോളോ ചെയ്യാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടും. അതെ അതെ, ശരിക്കും ബൈബിളിനെ അടിസ്ഥാനമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലയിടത്തും ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയല്ല. മനുഷ്യൻ എപ്പോഴും താഴ്ന്ന ഒരു നിലവാരമേ ഉള്ളല്ലോ, അല്ല ഇപ്പം നമ്മൾ പറയുന്ന അത്ര നിലവാരത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തെറ്റുകളിൽ അകപ്പെടുന്ന ആളുകളാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. നമ്മൾ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ പോലും നമുക്ക് ആ ക്രിസ്തുവിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ നോക്കാതിരുന്നത് അത് ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കില്ല. ഇതെന്നെ മോനെ കുഴപ്പം തന്നെടാ, ഇതിനെ അതിൻ്റെ AC കോഡ് എടുത്തേ. പിന്നെ ഈ ഇതിന്റെ ക്വാളിറ്റി ഞങ്ങൾക്കൊരു സംശയം. സത്യം പറഞ്ഞാൽ ഇത് പൊക്കിയാൽ വേണ്ട ആവശ്യം ഒരു 160 വാട്ട്സ് ഔട്ട് കിട്ടുക ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ ചെയ്ത് പൈസ വാങ്ങി ചെയ്തതാണ്. പക്ഷെ ആ സാധനം ഞങ്ങൾക്ക് അതിനകത്ത് അത്രയും അതിനൊരു ക്വാളിറ്റി ഫീൽ ചെയ്തില്ല. പക്ഷെ പൈസയൊക്കെ മുൻകൂർ കൊടുത്തതാണ്. പക്ഷെ നമുക്കത് നമ്മൾ നിർബന്ധം ചെയ്തതാണോ ഇത് വരുന്നതല്ലേ, പുള്ളിയ സാധനം വാങ്ങി ചെയ്തെന്നാ പറഞ്ഞു. കണ്ട് കാണിച്ചാ ഡൽഹിയിൽ അസംബിൾ ചെയ്ത് വരുന്ന ഐറ്റം അത് തിരിച്ചു വെച്ച് പുള്ളി തന്നെ വെട്ടി വാങ്ങിച്ച് പുള്ളി നെറ്റടിച്ച് ചെയ്ത് തന്നതാണ്. മെറ്റൽ ഗിരിയിലല്ലേ, അതിൻ്റെ പേരെന്നാ അവിടെ, പേരൊന്നുമില്ല. മേടിച്ച് ഈ പെട്ടി കയറ്റി നമുക്ക് AC കോഡ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒന്ന് കുത്തിക്കാം, നമുക്ക് കേൾക്കുമ്പോൾ അറിയാലോ. അതെ അതെ, ടൈറ്റാണോ വലിച്ചു നോക്കിയാൽ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, 4 മൈക്ക് കൊടുക്കുക അല്ലേ. ഒരു USB കുത്തി, ബാറ്ററി ഇല്ലാത്ത ടൈപ്പാ. എന്നാ പെൻ ഡ്രൈവ് തരാം. ഓളിയാക്കിട്ടെ. അല്ല ഇത് എത്ര സ്പീക്കർ ഉണ്ട് അതിനകത്ത് നോക്കിയ മോനെ? അതിനെനിക്കുള്ള ഒച്ച എവിടെ കിട്ടാൻ? അതപ്പോൾ അത്ര കിട്ടുള്ളൂ.
ഒരു 50 വാട്ട്സിൻ്റെ ആകുമ്പോൾ ഇത് അല്ല 100 വാട്ട്സിൻ്റെ. അമ്പതേ കാണത്തുള്ളൂ. 50 അല്ല 100, മാക്സിമം 50 വാട്ട്സിക്കുള്ളിൽ കാണില്ല. നല്ല സാധനം, നല്ല പെർഫോമൻസ്. ആ സാധനത്തിൻ്റെ വലിപ്പം വെച്ച് അത് ഓക്കെ. മനസ്സിലായില്ല. എത്ര രൂപ കൊടുത്തത്? ഞങ്ങള് പറഞ്ഞത് ഇത് തന്നെ അല്ലായിരുന്നു. ആ ചേട്ടാ നല്ലത്. നല്ലത് 2 ബോക്സ് വെച്ച് ആ ചെയ്യട്ടെ. അതിപ്പോൾ ബ്രാൻഡ് മേടിച്ചാൽ മതിയായിരുന്നു. ബ്രാൻഡ് വരുന്നുണ്ടായിരുന്നു. ബ്രാൻഡ് സാധനം ഈ സെബ്രോണിക്സിൻ്റെയും സോണിയുടെ പിന്നെ ഭയങ്കര വില കുറഞ്ഞ കുറേ ബ്രാൻഡുകളുണ്ട്. അഹൂജയുടെ എന്നല്ല ആ ഇത് നിങ്ങൾ വെളിയിൽ വെച്ച് ഉപയോഗിക്കാനല്ലേ, അപ്പോൾ വേറെ ബാറ്ററി ഉള്ള സാധനം കിട്ടിയേനെ പ്രസംഗിക്കാനല്ലേ. അതെ, അതിനുവേണ്ടിയാ ഉദ്ദേശിച്ചത്. ഞങ്ങള് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് 10,000 രൂപ അഡ്വാൻസ്. എന്നിട്ട് അവസാനം ഉണ്ടാക്കി വന്നത് അനുസരിച്ച് ആ സ്പീക്കർ അനുസരിച്ച് എല്ലാം കൂടെ ഒരു സംഭവമുണ്ട്. അതിൽ കൂടുതലൊന്നും ഞാൻ മേടിക്കാൻ കിട്ടുന്ന ഒന്നിച്ചുകൊണ്ട് വരും. പെട്ടിക്ക് എന്നാ പറ്റി? കുത്തിപ്പോയോ? സ്ട്രേഞ്ചറൊക്കെ നമുക്കിവിടെ സ്ട്രേഞ്ചർ റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ചെറിയ ബോക്സ് എല്ലാം പറ്റും. ഇപ്പോൾ ഒരു പണി എടുക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇരിക്കുന്ന സെറ്റുകൾ നമുക്ക് കുറേ നാളായിട്ട് 6 മാസം മുമ്പ് തന്ന സെറ്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്ന് ചെയ്ത് തീർത്തിട്ട് ശ്വാസം വിട്ടിട്ട് വേണം പുതിയ വർക്ക് എടുക്കാൻ. ഈ പിള്ളേരൊക്കെ 10,000 രൂപയൊക്കെ മേടിക്കുന്ന കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ വേറൊരു മൈൻഡില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് ഈ 3000 പോരെ. വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ബാക്കി ചാർജ് ചെയ്താൽ പോരെ. ഇത് ചെറുതല്ലേ, കയ്യിൽ ഒതുങ്ങിയിരിക്കുകയല്ലേ. ആ പോക്കറ്റ് കിടന്നോളൂ. എന്നാണേലും ഒരു 5-6 മണിക്കൂർ ഇതായാലും ഏത് ഫോൺ പോകും. അതിക്കുള്ളൊരാവശ്യം ഒരാൾക്ക് വരുന്നില്ലല്ലോ. നമുക്ക് ആവശ്യമില്ലാതെ വലിയ സാധനം ചുവന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് ചുമ്മാ പറഞ്ഞല്ലേ. ഞങ്ങൾ വീഡിയോ പരുന്തുംപാറ 2 വീഡിയോ ഉണ്ട്, 2 എപ്പിസോഡുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ശരിയാക്കുന്ന കാര്യം. അത് പുതിയ വീഡിയോ അല്ലേ. പരുന്തുംപാറ ഞങ്ങളുടെ തുടക്കകാലത്തുള്ള വീഡിയോ. അടുത്ത സമയത്താ പെട്ടെന്ന് ഷോർട്സ് വന്നു. പരുന്തുംപാറ താഴെ തൊട്ട് വണ്ടി കയറുന്നിടം തൊട്ട് ഫുള്ള് രാത്രി ഇറങ്ങുന്നിടം വരെ ഇട്ടിട്ടുണ്ട്. 17, 88, 80. അവിടെ ചാർലിക്കുളം കാണാനുണ്ട്, അമ്മച്ചി കൊട്ടാരമുണ്ട്, പീർ മുഹമ്മദിന്റെ അമ്മച്ചി കൊട്ടാരം ഞാൻ കണ്ടിട്ടുണ്ട്. പീർ മുഹമ്മദിന്റെ കബർ അത് കാണാനുണ്ട്. പിന്നെ ഇപ്പൊ പൈൻ കാർഡും ഉണ്ട്. പൈൻ കാർഡായി അല്ലേ? തട്ടത്തിക്കാണ് പൈൻ കാർഡ്, നല്ല രസമാണ്. പിന്നെ ഈ പിന്നെ സജിത്തിന്റെ പരിപാടി എവിടെയാ? അത് പരുന്തുംപാറ. ഗ്യാരണ്ടി ഉണ്ടോ അതിന്? ഉള്ള 1 വർഷം. ഓ കിട്ടിയ എമൗണ്ട് പറയണ്ട. പുള്ളി ചോദിച്ചാലോന്നോ? പുള്ളി ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. അതെ അതെ. ഈ സജിത്ത് ആരെയും പറ്റിച്ചു. നമ്മുടെ പവർ ബാങ്കാണ്, അൺബോക്സിംഗ് ആണ്. സോണി പവർ ബാങ്ക്, സോണിയുടെ ഒറിജിനൽ പവർ ബാങ്ക്. അധികം പീസൊന്നുമില്ല, കുറച്ചെണ്ണേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാലും കിട്ടത്തില്ല. സോണി ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നൊന്നുമില്ല. ഇത് നേരെ ഇവിടെ കുത്തുക, നേരെ ചാർജറെ കൊടുക്കുക, അപ്പോൾ ചാർജ് ആയിക്കോളും. അപ്പോൾ ഒരു മഞ്ഞ ലൈറ്റ് കത്തണം. നോക്കട്ടെ, കയറിയില്ല. പൈസ അടച്ചോ? ഇല്ലല്ലോ. ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ലാത്ത പീസല്ലേ. അത് ഓരോ കാലിങ്ങനെ വരുവേ. അത് ഫുള്ളാവുമ്പോൾ മൊത്തം ലൈറ്റ് LED തെളിയുവേ. അല്ല ഇതല്ല. അപ്പോൾ ഓക്കെ, അത് യെല്ലോ ലൈറ്റ് കത്തും. ഈ യെല്ലോ ലൈറ്റ് ഫുൾ ചാർജ് ആകുമ്പോൾ കെടും. ഇതിപ്പോൾ ഇതുവരെ ചാർജ് ചെയ്യാത്തതുകൊണ്ട് ഇതിനകത്ത് എന്തായാലും ചാർജ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇവിടുന്ന് കുത്തിയിട്ട് അപ്പോൾ ഇവിടെ പച്ച ലൈറ്റ് കത്തും. ചാർജ് ഉള്ളത്തോളം പച്ച ലൈറ്റ് കത്തും. സാറിൻ്റെ C ടൈപ്പാണോ V ടൈപ്പാണോ? സിയാ. അപ്പോൾ ആ സിയുടെ കോഡ് വെയർ ഇതിലോട്ടും കുത്തിയാൽ മതി. ഇത് ചാർജിങ്ങിന് ഉപയോഗിച്ചാൽ മതി. അറിയില്ല, സാറിനകത്ത് കുത്തി നോക്കിയാൽ ചേട്ടാ നീളം കുറഞ്ഞ വയർ ഉപയോഗിച്ചാലും നല്ല സോപ്പ് കട്ട പോലെ ഇരിക്കുന്നു.
അതെ ഒതുങ്ങിയ സാധനം. ആ നോക്കിയേ ആ. ചാർജ് പോകുന്നില്ലേ? ആ, ഉണ്ട്. അതായത് അതേ കുത്തുക ആദ്യം, ആ. അതേ കുത്തിയതിന് ശേഷം ഇതേലോട്ട് കുത്തിയാൽ ആ, മതി. അപ്പോൾ ചാർജിങ് എടുക്കും. അതെ. ഓക്കെ. അപ്പോൾ ചാർജ് ആദ്യം പോയി കുത്തി വെക്കുക. ഓ. ഒരു കണ്ടിന്യൂസ് ഈ മഞ്ഞ കെടുന്നിടം വരെ കുത്തി വെക്കണം. ആ, ഒരു മണിക്കൂറിനൊക്കെ ആവുമായിരിക്കും. ചിലപ്പോൾ ആവുമായിരിക്കും. ഈ ആദ്യത്തെ ആകുമ്പോൾ നല്ലപോലെ കെട്ടിട്ട് അവിടെ ഇച്ചിരി നേരം അവിടെ കിടന്നോട്ടെ. അതിനകത്തൊരു മടിയും വിചാരിക്കണ്ട. ഫസ്റ്റ് ചാർജിങ് നല്ല ഫുൾ ചാർജ് ആക്കണം. ബാറ്ററിയുടെ സെല്ല് മൊത്തം ഓപ്പൺ ആകണം. ആ, 1420 1150 അത് തന്നാ അല്ലേ? ഈ മൊബൈലിൽ പറഞ്ഞോളൂ, മറ്റേ പെട്ടി ഒന്നിനു വേണം. നമ്മൾ പിന്നെ അങ്ങനെ മറ്റേ ഒരു ഹോട്ടലിനെ പോലെ അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനത് ചെയ്യാൻ. അപ്പം പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ സാധനം രണ്ടും കൈ കിട്ടിയില്ലോ. അപ്പൊ എനിക്ക് ഇത് കോഡ്ലെസ് വരുമ്പോൾ കോഡ്ലെസ് നമ്പർ എഴുതി വെച്ചേടി, കോഡ്ലെസ് മൈക്കിൻ്റെ. അപ്പോൾ ശരി, കണ്ടതിൽ സന്തോഷം. ഒത്തിരി സന്തോഷം. ഓക്കെ. ആ നമ്പർ പറഞ്ഞേ. നമ്പർ എഴുതിയിട്ടു, മൈക്ക് വരുമ്പോൾ തരാം. പെട്ടിയുടെ ഗാനം ഉണ്ട്. ആ, ഉണ്ട്. നല്ല വെയിറ്റാ. വീലും കൂടി പിടിപ്പിക്കുമായിരുന്നു, എളുപ്പമായിരുന്നു വലിച്ചോണ്ട് പോകാൻ. പക്ഷേ അത് കൊണ്ടുപോകുന്ന സ്ഥലത്ത് ട്രോളി വേണ്ടേ? നീ അതിൻ്റെ ഹെഡിങ് ആദ്യം ഇടുക, കോഡ്ലെസ് മൈക്ക്. കഴിഞ്ഞ 2:30-3 മണി വരെ പുള്ളി, 1:30-2 മണി വരെ പുള്ളി താർക്കും. അപ്പോൾ അവിടെ പുള്ളി ബൈബിള് നമ്മളെ പഠിപ്പിച്ചു. പുള്ളിയുടെ കൂടെ ഇരുന്ന് നമ്മൾ കുറച്ച് ബൈബിള് പഠിച്ചെന്നുള്ളൂ. അതിനകത്ത് സഭയോ കൂട്ടായ്മയോ പൈസ മേടിയിലോ അങ്ങനെയുള്ള യാതൊരു പരിപാടിയും പുള്ളിക്ക് ഇല്ലാത്തതാണ് എന്നെ പുള്ളിയിലേക്ക് ആകർഷിച്ചത്. അപ്പം ഈ പുള്ളിക്ക് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അവിടെ ഹോളിൻ്റെ പൈസ വരെ ആൾക്കാർ പിരിവിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ സജിത്തിന് അങ്ങനെ പാരമ്പര്യമായിട്ട് സ്വത്തുള്ള പാർട്ടി തന്നെ, ഇല്ലാത്ത ആളൊന്നുമല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അവർ പാരമ്പര്യമായിട്ട് സ്വത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഓരോ അനുഗ്രഹം ദൈവം കൊടുക്കുമ്പോൾ മേടിച്ചു. അതിന് കുശുമ്പ് കയറിയിട്ടല്ല ഈ പണി മുഴുവൻ നടത്തുന്നത്. ഇവിടെ ഇതുകൊണ്ടോ ഞങ്ങളുടെ കടയുടെ സെൻറ്ററിൽ ഒരു ഇത് കണ്ടോ വെച്ചിരിക്കുന്നത്? അതെന്നാ നിങ്ങൾ പറഞ്ഞ് എല്ലാം പൂർത്തിയായി. ഇതും സജിത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഞങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്നപ്പോൾ സമയത്ത് പുള്ളിയുടെ കാര്യത്തിന് ഞങ്ങൾ പോയി. കഴിഞ്ഞ് പുള്ളി കത്തോലിക്ക സഭയിൽ നിന്നപ്പോൾ പുള്ളിയുടെ കൂടെ ഉള്ളവരെല്ലാം പോയി. ചില ഭാര്യമാരുണ്ട് ഭർത്താവ് എന്നാ കൊണ്ട് മേടിച്ചു കൊടുത്താലും ഓ ഇത് ശരിയായില്ല, ഈ നിറം വേണ്ടായിരുന്നു കേട്ടോ, പച്ച മതിയായിരുന്നു, ചുമല മതിയായിരുന്നു. അപ്പൊ പിന്നെ നല്ല ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, അവളെ കൊണ്ടുവന്ന് അവളുടെ കൂടെ താല്പര്യം നോക്കി. അപ്പൊ പറഞ്ഞതിനായിട്ട് രണ്ടും തമ്മിൽ എന്തോ ഒരു കുത്തി പറഞ്ഞു, എന്തോ ഒരു കംപ്ലൈന്റ് തോന്നുന്നുണ്ട്. അതാണ് ഹൃദ്യത എന്ന് പറയുന്നത്. അല്ല, ഞാൻ എന്തുകൊണ്ട് മേടിച്ചു കൊടുത്താലും അവൾ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഭാര്യയുടെ കൊണ്ടുവന്ന് പൂർണ്ണ ഇഷ്ടം നോക്കിയിട്ട് ചെയ്യുള്ളൂ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള. അത് കുഴപ്പമില്ല, എല്ലാരും നമ്മളെ ഓരോ സാധനത്തിലും നമുക്ക് 43 വർഷമായി. ഒരു കാര്യമില്ല, ഒന്നും അറിയാൻ പറ്റില്ല, യാതൊരു പിടിയും കിട്ടിയല്ല. ജീവിതാനുഭവമാണോ? അല്ലല്ല, അത് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞൊന്നുമല്ല, നമ്മൾ എത്രയോ പേരെ അറിയുന്ന ആ ജീവിതാനുഭവം ഉണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഏത് നേരവും മനുഷ്യന്റെ കാര്യമല്ലേ, മാറ്റങ്ങൾ വരും. അതാണാണേലും പെണ്ണാണേലും മാറിപ്പറയും, നമ്മൾ തന്നെ മാറി പലതും പറയും. എല്ലാ ഇഷ്ടങ്ങളും ഒരുപോലെ അല്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, കൊണ്ടുവന്ന് ഇഷ്ടത്തിന് മേടിച്ചു കൊടുക്കുന്നത് അതൊരു അനുഭവം. അതിനേക്കാൾ വെറൈറ്റിയാണ് സർപ്രൈസ് ആയിട്ട് ഓർക്കാപ്പുറത്ത് പുള്ളിയുടെ അറിഞ്ഞ് മേടിച്ചു കൊണ്ടുപോയി കൊടുക്കുക. അതിന് വേറെ അത് ഈ കുറ്റം പറയാത്ത ആർക്കും മേടിച്ചു കൊടുക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ പലർക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നല്ലതാണെന്ന് പറഞ്ഞവരുണ്ട്, മക്കളാണേലും ഇഷ്ടപ്പെടുന്നവരുണ്ട്. അയ്യേ ഇതെന്നതിനുള്ളൂ, ഇത് ഉള്ളോ മേടിക്കാൻ പറ്റിയെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. നമ്മളറിയാമല്ലോ. അപ്പം അതനുസരിച്ച് നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുക. അപ്പോൾ നിങ്ങളെ യാത്രയാകുകയാണ്, ഞങ്ങൾ പോയി വല്ലതും കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ ഓക്കെ. ചോറുണ്ടിട്ട് പോകുന്നോ? ഓക്കെ ആയിക്കോട്ടെ. നമ്മുടെ കട സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളിയിലാണ്. സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. ആർക്കെങ്കിലും ഈ കടയുടെ ലൊക്കേഷൻ നോക്കണേ, സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് അടിക്കുക, സ്കൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.